Hello, welcome back. Question number 3. The line 2x minus 3y equal to 6 intersect x-axis at 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സ് കോർഡിനേറ്റാണ്, ഇത് വൈ കോർഡിനേറ്റാണ്. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഇതിൽ നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇതാണ് എക്സ് വൈ 0 0 ആയിരിക്കുമല്ലോ. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഈ ലൈൻ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ലൈൻ, ഇത് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക വൈ 0 ആയിരിക്കും. കാരണം മുകളിലോട്ട് പൊങ്ങുന്നില്ലല്ലോ, ഹൈറ്റ് ഇല്ലല്ലോ, എക്സിൽ അങ്ങ് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലേ. അപ്പോൾ എക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൽ വൈ 0 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് 0 ആകുന്നത് ഇത് രണ്ടുമാണ്. ഇത് വൈ കോർഡിനേറ്റ് 0 അല്ല, ഇതാണ് വൈ കോർഡിനേറ്റ് 0 ആകുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ. ഇനി നമുക്ക് തിരിച്ചിതിൽ വൈ ആക്സിസിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇത് വൈയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വേറെ കേസിൽ ചോദിക്കാം. ഇവിടെ എക്സ് കോർഡിനേറ്റിലാണ്, എക്സ് ആക്സിസിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇനി നമുക്ക് എക്സ് ഏതാണെന്നും കൂടെ അറിയണം. -2 ആണോ 3 ആണോ എന്നും കൂടെ അറിയണം. അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ അങ്ങ് എഴുതുക. ഈ ഇക്വേഷനിൽ വൈ 0 ആയിട്ട് ഇട്ട് കൊടുക്കുക. 2x - 3y = 6. 2x - 3 × y 0 ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് 0 ആയിട്ട് പോകും. അപ്പോൾ 2x 0 ആണ്, 2x = 6 എന്ന് വരും. അപ്പോൾ x = 6. ഇവിടെ 2 × 6 x ആണ്, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6/2 3 എന്ന് വന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ.